ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് ഈ മരുന്ന് അവരുടെ അണ്ണാക്കിൽ തള്ളിക്കൊടുത്തതാണോ? അല്ലല്ലോ. അല്ല, സ്വന്തമായിട്ട് കഴിച്ചതാണ്. സ്വന്തമായിട്ട് കഴിച്ച് ഗർഭചിത്രം ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? ആ പെണ്ണിന് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു പെൺകുട്ടി ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലേ? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. അത് കൊലപാതക കേസാണ്. അതിന് കൊലപാതക കേസിൽ അദ്ദേഹത്തെ ആ പെൺകുട്ടി റിമാൻഡ് ചെയ്യണ്ടേ, കേസെടുക്കണ്ടേ? ഇപ്പോൾ കോടതി തന്നെ ചില കാര്യങ്ങളിൽ ഒരു തെറ്റായിട്ടുള്ള നയം പറഞ്ഞിട്ടുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ പെണ്ണിന് തീരുമാനിക്കാം കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് തെറ്റായ ധാരണ. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പ്രസവിക്കണം, കാരണം അത് ജീവനാണ്. ഒരു കൊലപാതകമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ കൊലപാതകത്തിന് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ എത്രയോ പെൺകുട്ടികൾ ഇപ്പോൾ ചവറ്റുകൊട്ടയിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടുകയാണ്, ബാത്റൂമിൽ, ടോയ്ലറ്റിൽ. അപ്പോൾ ഇവർക്ക് എന്ത് മനസാക്ഷിയുള്ള? ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ കുട്ടികളെ, കുഞ്ഞു മക്കളെയാണ് ജന്മം കൊടുത്ത് അവർ നേരെ ചവറ്റുകൊട്ടയിടുന്നത്. അതുമാത്രമല്ല, ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയുന്നു. ഒന്ന് ആലോചിക്കണം, ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഇതൊന്നുമല്ല. നമ്മളെ കുറച്ചുകൂടി നമ്മളെ നിയമം തുല്യത, ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ തുല്യത, നിയമത്തിന് തുല്യത വരുത്തണം. പെണ്ണിനായാലും ആണിനായാലും തുല്യത കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു പുരുഷൻ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവിടെ എന്താണ് നടക്കുന്നത് അത് പെണ്ണിനും കൊടുക്കണം. അപ്പോൾ പെൺകുട്ടികൾ തെറ്റ് ചെയ്യില്ല. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് കേസെടുത്ത് നോക്കിയാലും സ്ത്രീകളാണല്ലോ പ്രതികൾ കൂടുതൽ, അല്ലേ? എത്രയോ എത്ര കേസുകളാണ് ഇങ്ങനെ പ്രതികളായിട്ട് സ്ത്രീകൾ വരുന്നത്. അപ്പോൾ അത് ഒരിക്കലും പാടില്ല. സ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ ശിക്ഷിക്കാൻ തയ്യാറാകണം. അങ്ങനെ ശിക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിന്മാറും. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യാത്തത്? ഒരു കുട്ടിയെ കൊല്ലുവാനോ അല്ലെങ്കിൽ വേറൊരു രീതിക്കോ ഒരു തെറ്റ് ചെയ്യാത്തത് എന്നെ ശിക്ഷിക്കും, ഞാൻ പോയി ജയിലിൽ കിടക്കും, ഒരുപക്ഷെ ജീവപര്യന്തം വരെ ആയിരിക്കാം, അല്ലെങ്കിൽ 2 ജീവപര്യന്തം വരെ ആവാം, 14 28 വർഷം വരെ കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമായിട്ടാണ് ഞാൻ തെറ്റിലോട്ട് പോകാത്തത്, അല്ലേ? അപ്പോൾ പുരുഷന്മാർ ബഹുഭൂരിപക്ഷം പേരും അതോടുകൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുരുഷന്മാർ, സ്ത്രീകൾ. അപ്പോൾ അത് ഒരിക്കലും വരാൻ പാടില്ല. സ്ത്രീകൾ അങ്ങനെ തെറ്റുകാരായിട്ട് നമ്മുടെ ഭാവിയിൽ നമ്മുടെ മക്കളാണ്, ബന്ധുക്കളാണ്, അവരെ നമ്മൾ സംരക്ഷിക്കേണ്ട ആ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാവരും, മാധ്യമങ്ങളെല്ലാവരും ഒന്നടങ്കം ഈ സ്ത്രീകൾ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ശിക്ഷാവിധിയിലോട്ട് വരികയാണെങ്കിൽ ഇനി തെറ്റുകൾ കുറഞ്ഞു വരും.